ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഈ ജമാഅത്തെ ഇസ്ലാമിയെ വാനോളം പുകഴ്ത്തുന്നു. നമ്മൾ ഈ PDPയുടെ LDF ബന്ധം കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകണം. ഇപ്പോൾ PDP ആണ് LDFന് പൂർണ്ണമായ പിന്തുണയുമായി വന്നിരിക്കുന്ന സാഹചര്യം. അപ്പോൾ പോലും മഞ്ചേശ്വരത്ത് മാത്രം PDP UDFനെ പിന്തുണയ്ക്കുമെന്ന വ്യത്യസ്തമായ സമീപനം എടുത്തിരിക്കുകയാണ്. അതെന്താകാമെന്ന് അതിശയപ്പെടേണ്ടതില്ലല്ലോ അല്ലേ? അല്ല, ഈ PDP എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തില് ഏതാണ്ട് നാമാവിശേഷമായിട്ടുണ്ട്. ആ പാർട്ടിക്ക് ഇപ്പം ആളും അർത്ഥമൊന്നും ഇല്ല. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ നേതാവായിരുന്ന ശ്രീ പൂത്തറ സിറാജ് ഇപ്പൊ ജീവനോടെ ഇല്ലല്ലോ, അദ്ദേഹം മരിച്ചുപോയല്ലോ. അപ്പൊ PDPയുടെ ഒരു പിന്തുണ കൊണ്ട് LDFന് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ LDFന് ഇത്തരത്തിലുള്ള സംഘടനകളുടെ പിന്തുണ ഇപ്പൊ പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഇതിന്റെ മുഴുവൻ ഗുണഭോക്താവായി UDF മാറിയിരിക്കുകയാണ്. ഇതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ LDFും UDFും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ LDFുകാർ വളരെ തന്ത്രശാലികളാണ്. അവർക്ക് ഈ അടവുകളും തന്ത്രങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാം. അവർക്ക് ഇത്തരത്തിലുള്ള പിന്തുണയൊക്കെ മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും തന്ത്രപരമായി സ്വീകരിച്ച് അത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനൊക്കെ അറിയാം. അത് അവർക്ക് പാളിപ്പോയത് 2009 മാത്രമാണ്. അന്ന് അവർ മദനിയെ പിടിച്ച് കുറ്റിപ്പുറത്ത് നടുക്ക് പിണറായി വിജയനെ കോടിയേരി ബാലകൃഷ്ണനെ നടുവിരുത്തി ഇടയിലിരുത്തി അവിടെ അപകടമായി, വലിയ കുഴപ്പമായി. പക്ഷെ അതല്ലാതെ ആ ഒരു സമയമല്ലാതെ മറ്റേ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള സംഘടനകളെ സഹായം സ്വീകരിക്കുമ്പോൾ അവർ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യും. അവർ വളരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ മറ്റേ പാർട്ടിയിലൊക്കെ വലിയ തന്ത്രശാലികളാണ്. കോൺഗ്രസ്സുകാർക്ക് കരുണാകരന്റെ കാലത്ത് തന്ത്രമൊക്കെ ഉണ്ടായിരുന്നു. AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും തന്ത്രമുണ്ടായിരുന്നു. ഇപ്പൊ കരുണാകരൻ ഇല്ല, ഉമ്മൻചാണ്ടി ഇല്ല, AK ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് പറയാനും പറ്റില്ല. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത് തന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നാട്ടിൽ പാട്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് UDFന് വലിയ തന്ത്രപരമായ വലിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇപ്പൊ പരസ്യമായി സ്വീകരിച്ച പോലെ ഇപ്പൊ കേരളത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് എല്ലാ ചാനലിലും ഇതാണ് ചർച്ച. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. 2009 LDFന് പറ്റിയ അപകടം UDFന് പറ്റുമോ എന്ന സംശയം വരെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ എന്ന് വെച്ച് കേരളത്തിലെ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ പോരായ്മകളും തകരാറുകളും അവര് കാട്ടിക്കൂട്ടിയ കുഴപ്പങ്ങളൊന്നും മറക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ 1-2 ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കാം. ഇത് ത്രിപുരയാവും കേരളം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ത്രിപുര 25 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ തൊടാൻ പറ്റിയില്ല കോൺഗ്രസ്സുകാർ, തൊടാൻ പറ്റിയില്ല. അവസാനം BJP വന്നപ്പോഴാണ് ത്രിപുരയിൽ ഭരണമാറ്റം ഉണ്ടായത്. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. 34 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിൽ ഭരിച്ചു. മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് ഫൈറ്റ് ചെയ്തു. ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ തല്ലിക്കൊല്ലാനാക്കിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് കൽക്കട്ടയിലെ തെരുവിൽ വെച്ച്. അവസാനം അവർക്ക് മനസ്സിലായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് നേരിടാൻ പറ്റില്ല. അങ്ങനെ അവർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി, BJPയുമായി ഒക്കെ സഖ്യം ഉണ്ടാക്കി ആദ്യമൊക്കെ. പിന്നെ അവർക്ക് സ്വന്തമായി ശക്തി ആർജിച്ചപ്പോൾ അവർ BJP ഒഴിവാക്കി സ്വന്തമായി മത്സരിച്ചു. അവർ വിജയിച്ചു. അപ്പോൾ മമതാ ബാനർജിയും കോൺഗ്രസിനെ ഒഴിവാക്കി വേറൊരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയപ്പോഴാണ് അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്താൻ പറ്റിയത്. ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്തിയ BJPയാണ്. കാര്യങ്ങൾ കേരളത്തിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ UDF സംവിധാനത്തിലെ കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പിന്തുണ തേടുന്നത്. അത് അപകടമാവുകയാണ്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യും പോലെ തന്ത്രപരമായി ചെയ്യാനൊന്നും ഇവർക്ക് ആവില്ല. കാരണം കരുണാകരനും ഉമ്മൻചാണ്ടിയും ആന്റണിയും ഒന്നും ഇല്ല ഇന്ന് കോൺഗ്രസിനെ നയിക്കാൻ. അതുകൊണ്ട് ഇതൊക്കെ കുഴപ്പത്തിലായിരിക്കുകയാണ്. ഇതിപ്പം എന്താ പറയാ, അരമന രഹസ്യം അങ്ങാടി പാട്ടായിരിക്കുകയാണ്. നാട് മുഴുവൻ ഇത് പാട്ടായിരിക്കുകയാണ്. ഇത് കുഴപ്പമാവും. അപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടതാണ്. ഞാൻ പല ചാനലിലും പറഞ്ഞത് ഒരു തൂക്ക് സഭയിലേക്കാണ് കേരളം പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ ഒരു തൂക്ക് സഭ ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും ഒത്തുവരികയാണ്. സി വോട്ടർ സർവേ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. 14 സീറ്റുകളിൽ വരെ BJPക്ക് സാധ്യതയുണ്ട് എന്ന രീതിയിൽ സി വോട്ടർ സർവേ അവരുടെ സർവേ ഫലം പുറത്തുവിട്ട സാഹചര്യവുമുണ്ട്.
അപ്പുറത്തിരുന്ന് ചിരിക്കണ്ട ഹാഷിമരിയിൽ. അവർ പറഞ്ഞ പല പ്രവചനങ്ങളും അതുപോലെ തന്നെ ശരിയായി വന്നിട്ടുണ്ട് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ. അങ്ങേക്കൊന്ന് പരിശോധിക്കാം.